കനത്തിൽ ജമീലയ്ക്ക് 59 വയസ്സേ ഉള്ളൂ. എത്രയോ വർഷത്തെ പൊതുജീവിതം ബാക്കി നിൽക്കുകയാണ് അവർ നമ്മളോടൊപ്പം ഇല്ല എന്ന അങ്ങേയറ്റം സങ്കടകരമായ വിവരം വരുന്നത്. തലക്കളത്തോട് പഞ്ചായത്ത് പ്രസിഡന്റായി, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു, കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. പിന്നീട് കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തെ സഭയിൽ പ്രതിനിധീകരിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ കോഴിക്കോടിന് മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ നിലയിൽ ജനകീയമായ ഇടപെടൽ, അതാണ് നേരത്തെ കനത്തിൽ ജമീലെ ഓർക്കുന്നവർ ഒക്കെ പറഞ്ഞത്. ജനകീയമായ ഇടപെടൽ ശ്രീ പി മോഹനൻ സൂചിപ്പിച്ചതുപോലെ ഇടതുമുന്നണിക്കപ്പുറത്തേക്ക് ആഴത്തിൽ ബന്ധമുണ്ടാക്കാനും അതിനപ്പുറത്തേക്കുള്ള ആളുകളെ ഒപ്പം ചേർക്കാനും ഒക്കെ കൊയിലാണ്ടിയിൽ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ കനത്തിൽ ജമീലയ്ക്ക് കഴിയുകയും ചെയ്തു. അതുകൊണ്ടാണ് അവിടെ തിളക്കമാർന്ന ഒരു ജയം നേടാൻ അവർക്ക് കഴിഞ്ഞത്. ഒരിക്കൽ കൂടി ദീപക് ധർമ്മടത്തിലേക്ക്. ദീപക്, നേരത്തെ ദീപക് ഈ വ്യക്തിപരമായി പലരുടെയും അനുഭവങ്ങളെ പറ്റി പറയുകയായിരുന്നു. പി മോഹനൻ സൂചിപ്പിച്ചതുപോലെ കൊയിലാണ്ടി പോലൊരു മണ്ഡലത്തിൽ മുന്നണിക്കും അല്ലെങ്കിൽ CPM-നും ഒക്കെ അപ്പുറത്ത് മറ്റൊരു ജനസാമാന്യത്തെ കൂടെ നിർത്താനും അവരെ ഒപ്പം ചേർക്കാനും അങ്ങനെ തിളക്കമാർന്ന വിജയം നേടാൻ കഴിഞ്ഞു എന്നത് ജനകീയമായ ഇടപെടലിൻ്റെ മറ്റൊരു തെളിവും ഉദാഹരണവുമാണല്ലോ, അല്ലേ? അങ്ങനെ തന്നെയാണ് വിജയകുമാർ. കാരണം കൊയിലാണ്ടി അവരുടെ നാടല്ല. അവർ യഥാർത്ഥത്തിൽ ചേളന്നൂരിലും അതുപോലെ തന്നെ തലക്കുളത്തൂരിലുമൊക്കെയാണ് നേരത്തെ പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ എന്നാൽ ഒരു പാൻ കോഴിക്കോട് ജില്ലാ നേതാവ് എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ കേരളത്തിൽ എവിടെ പോയാലും അറിയാവുന്ന കനത്തിൽ ജമീലയെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ CPIM, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്തെല്ലാം CPIM മുസ്ലിം ന്യൂനപക്ഷ മേഖലയിലേക്ക് ഇറക്കുന്ന, അതായത് അതൊരു പ്രസംഗത്തിന് വേണ്ടിയല്ല, ഡോർ ടു ഡോർ ക്യാമ്പയിന് വേണ്ടി, വീടുകൾ കയറാൻ വേണ്ടി ഇറക്കിയിരിക്കുന്ന, ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം മേഖലയിൽ ഇറക്കിയിരുന്നത് ഈ കനത്തിൽ ജമീലയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.